കൊൽക്കത്ത നിന്ന് കത്തുകയാണ്. ഭാരതം വിറങ്ങലിച്ചു നിൽക്കുന്നു. ജീവൻ രക്ഷിക്കുന്ന, ഓരോരുത്തരുടെയും ജീവൻ കൊടുക്കുന്ന ഒരു ഡോക്ടറെയാണ്, ഒരു ലേഡി ഡോക്ടറെയാണ് അതിദാരുണമായി പീഡിപ്പിച്ച് കൊന്നുകളഞ്ഞത്. ആഗസ്റ്റ് 9 കാളരാത്രിയിൽ 38 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡ്യൂട്ടി കഴിഞ്ഞ് സെമിനാർ ഹാളിൽ വിശ്രമിക്കാനിരുന്ന ഡോക്ടറെയാണ് നരാധമന്മാർ കൂട്ടബലാത്സംഗം ചെയ്ത് അതിക്രൂരമായി കൊന്നുകളഞ്ഞത്. എന്തുകൊണ്ടാണ് പ്രതികളെ ഇപ്പോഴും പിടിക്കാത്തത്? പേരിന് ഒരു പ്രതിയെ പിടിച്ചിട്ടുണ്ട്. അവിടുത്തെ സിവിലിയൻ ചുമതലയുള്ള ഒരു സിവിലിയൻ സെക്യൂരിറ്റിയെ ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഒരിക്കലും ഒരാളല്ല അതിക്രൂരമായ ഈ കൊലപാതകം ചെയ്തിട്ടുള്ളത് എന്നാണ്. 5 or 6 അതിലധികമോ ചിലപ്പോൾ പറയാൻ പോലും നമ്മൾ അറയ്ക്കുന്ന തരത്തിലാണ് ആ ലേഡി ഡോക്ടറെ കൊന്ന് മരവിപ്പിച്ച് അവിടെ ഇട്ടിരുന്നത്. നമ്മുടെ ഭാരതത്തിന് ഇത് എന്താണ് സംഭവിച്ചത്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 12 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായി ഭാരതം വിറങ്ങലിച്ച ഒരു പീഡനമുണ്ടായിരുന്നു, നിർഭയ. അന്ന് ജനങ്ങൾ തെരുവിലിറങ്ങി, പ്രതിഷേധ കടലുകളിളക്കി. അതിന്റെ ഭാഗമായി പ്രതികൾ പിടിക്കപ്പെട്ടു. അവരിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല. അന്ന് സ്ത്രീയായ അവരോട് അക്രമികൾ ചോദിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. നീക്ക് എന്തിനാണ് രാത്രി 8:30 ശേഷം, പലരും ചോദിച്ചതായി പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, 8:30 ശേഷം എന്തിനാണ് നിങ്ങൾ തെരുവിലിറങ്ങുന്നത്, എന്തിനാണ് ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത്? അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണെന്ന്. ഇന്നിപ്പോൾ ഒരു ഡോക്ടറെ കൊന്നു കഴിഞ്ഞപ്പോൾ, ഡോക്ടറെ അതിക്രൂരമായി ആർജിക്കർ എന്ന മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ സെമിനാർ ഹാളിൽ കൊലപ്പെടുത്തിയിട്ടപ്പോൾ ഇന്ന് സമൂഹത്തിനും ഗവൺമെന്റിനും എന്താണ് പറയാനുള്ളത്? അവർ ഏത് പാതിരാത്രി ഇറങ്ങി നടന്നിട്ടാണ് ഒരു ഡോക്ടർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറെ ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നതിനോട് നിങ്ങൾക്ക് എന്താണ് നീതീകരിക്കാനും ന്യായീകരിക്കാനും ഉള്ളത്? ആദ്യത്തെ 2 ദിവസം ബംഗാൾ സർക്കാർ പറഞ്ഞിരുന്നത് ഡോക്ടർ ആത്മഹത്യ ചെയ്തു എന്നാണ്. കാരണം ഇത് മെഡിക്കൽ കോളേജിലാണ് നടന്നത്. 140 വർഷം പാരമ്പര്യമുള്ള, പഴക്കമുള്ള, എല്ലാ വിദ്യാർത്ഥികളും അഡ്മിഷൻ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിലാണ് ഇങ്ങനെ ഒരു സംഭവം അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ ഇത് കോളേജിന്റെ ഇമേജിനെ ബാധിക്കുമെന്ന് ഭയന്നിട്ടാവാ പ്രിൻസിപ്പൾ പറഞ്ഞത് ഇത് ആത്മഹത്യയാണെന്ന്. മുൻ പ്രിൻസിപ്പൾ, ഇപ്പൊ അയാളെ പ്രിൻസിപ്പൾ അല്ല, മുൻ പ്രിൻസിപ്പൾ പറഞ്ഞത്. ആ പ്രിൻസിപ്പളിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് CBI. അദ്ദേഹവും പറഞ്ഞത് അവർ ആത്മഹത്യ ചെയ്തതാണ്. ഒരുപാട് പഠിച്ച് നീറ്റ് എഴുതി ജയിച്ച് 33ാമത്തെ വയസ്സിൽ PG ചെയ്യുന്ന ഒരു ഡോക്ടർ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുക എന്നും ബംഗാൾ സർക്കാരും പ്രിൻസിപ്പളും അവരോടൊപ്പം നിൽക്കുന്ന സഹപ്രവർത്തകരും പറഞ്ഞാൽ കൊള്ളാം. ഈ ഡോക്ടറുടെ മാതാപിതാക്കൾ ഇപ്പോൾ പറയുന്നത് സഹപ്രവർത്തകർ എന്തായാലും ഇതിനകത്ത് ഉൾപ്പെടും. അതിനർത്ഥം ഈ ഡോക്ടർക്ക് ആരൊക്കെയോ ശത്രുക്കൾ ഉണ്ടായിരുന്നു. ഇത് നിസ്സാരമായ ഒരു കൊലപാതകവും പീഡനവും മാത്രമല്ല, മറിച്ച് ഇതിൽ വേറെ ഒരുപാട് കഥകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സർക്കാർ ഇത്രയും അസഹിഷ്ണുത? ആദ്യം ഈ കൊലപാതകത്തിൽ ഇത്ര നിസ്സാരമായ സമീപനം, പ്രത്യേകിച്ചും ബംഗാളിലെ മമതാ ബാനർജി, ബംഗാളിലെ വനിതാ മുഖ്യമന്ത്രി, ഇന്ത്യയിലെ വനിതാ മുഖ്യമന്ത്രി ധൈര്യശാലി, എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിൽ നടന്ന ഇങ്ങനെ ഒരു അതിക്രൂരമായ കൊലപാതകത്തെ ഇത്രയും അസഹിഷ്ണുതയെ ഏറ്റെടുത്തതെന്ന് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടത് മമത തന്നെയാണ്. ഇന്നിപ്പോൾ അവർ അവരുടെ പാർട്ടി അംഗങ്ങളുമായിട്ട് പ്രതിഷേധ സമരക്കാരോടൊപ്പം ഇരുന്ന് സമരം ചെയ്യുന്നു. കേസുകൾ CBI ഏറ്റെടുത്ത് അനുകൂലമായി വിധിക്കണമെന്ന്, അല്ലെങ്കിൽ അനുകൂലമായി എത്രയും പെട്ടെന്ന് പ്രതികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് അവരും പ്രതിഷേധ സമരത്തിലാണ്. ഇത് എന്തിനാണ്, ആരെ കാണിക്കാനാണ് മമത ഈ നാടകം നടത്തുന്നത് അറിഞ്ഞുകൂടാ. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അവരുടെ ഉത്തരവാദിത്തം എത്രയും പെട്ടെന്ന് പ്രതികളെ നിയമത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ പോലീസിനെ സജ്ജമാക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ ആദ്യം പരാജയപ്പെട്ടിരിക്കുകയാണ് അവർ. കാരണം പിറ്റേ ദിവസം, അതായത് ഈ കൊലപാതകം നടന്ന 2ാമത്തെ ദിവസം ആ സെമിനാർ ഹാളിന്റെ ഭിത്തികൾ ഇടിച്ച് പൊളിക്കപ്പെട്ടിരിക്കുന്നു. കേസിന്റെ എവിഡൻസുകൾ ഓരോന്നും പിറക്കിയെടുക്കേണ്ട സ്ഥലത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. CBI പോലും അത്ഭുതപ്പെട്ടു പോയ സംഭവങ്ങൾ. അതിനുശേഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന്റെ കൺമുമ്പിൽ തന്നെയാണ് അക്രമികൾ ഒരിക്കലും പ്രതിഷേധക്കാരല്ല, അക്രമികൾ ഈ ഹോസ്പിറ്റൽ അടിച്ചു തകർക്കുകയുണ്ടായി. അതിനർത്ഥം ഡോക്ടറിന്, അല്ലെങ്കിൽ ഡോക്ടറോട്, മരിച്ചുപോയ ലേഡി ഡോക്ടറോട് അവിടെ ആർക്കൊക്കെയോ അതിഭീകരമായ വൈരാഗ്യമുണ്ടായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പെട്ടെന്നൊരു ഡോക്ടറെ കണ്ടു തോന്നിയ ഒരു വികാരത്തിന്റെ പേരിലല്ല അവരെ ഇങ്ങനെ കൊന്നു കൊലവിളിച്ചത്, മറിച്ച് മാസങ്ങളോളം നീണ്ട പ്ലാൻ ആയിരുന്നിരിക്കാം. കാരണം അവർക്ക് അവിടെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഡോക്ടർമാരുണ്ടായിരുന്നു. അവരോട് ഇവർ എതിർത്ത് സംസാരിച്ചിരുന്നു എന്നൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാം, മറ്റു മാധ്യമങ്ങളിലൂടെ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നഷ്ടം ആ ഡോക്ടറുടെ മാതാപിതാക്കൾക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ഓരോ സ്ത്രീകൾക്കും, ഓരോ വിദ്യാർത്ഥിനികൾക്കും, ഓരോ കുട്ടികൾക്കും വിറങ്ങലിക്കുന്ന ഒരു സംഭവം കൂടിയാണ്. ഇന്നിപ്പോൾ ഒരിടവും ഭാരതത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാതെ മാറിയിരിക്കുന്നു. 2023-24 കാലയളവിൽ, അല്ലെങ്കിൽ 22-23 കാലയളവിൽ ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ സിറ്റി എന്ന സർവേയിൽ 1ാം സ്ഥാനത്തെത്തിയ കൊൽക്കത്ത, മുംബൈയെക്കാളും ഡൽഹിയെക്കാളും സുരക്ഷിതമാണെന്ന് കരുതിയിരുന്ന കൊൽക്കത്തയിലാണ് അവിടുത്തെ ഹൃദയഭാഗത്തുള്ള ആർജിക്കർ മെഡിക്കൽ കോളേജിലെ സെമിനാർ ഹാളിലെ ഒരു ഡോക്ടർക്കാണ് ഈ ഒരു ദാരുണ പീഡനം ഏറ്റിരിക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് നമ്മുടെ നാട് എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നാട്ടിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇതിൽ ഉന്നതന്മാരുടെ പങ്കുണ്ടാവാം.
തീർച്ചയായിട്ടും ആ ആശുപത്രിയിൽ തന്നെ ജീവനക്കാർ ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടാവാം. അവിടുത്തെ പ്രിൻസിപ്പളോ അല്ലെങ്കിൽ അതിനോടൊപ്പം ഉന്നത പദവികൾ അലങ്കരിക്കുന്ന ആരെങ്കിലുമൊക്കെയും ഇതിൽ പങ്കാളികൾ ഉണ്ടായിട്ടാവാം. അതുകൊണ്ട് തന്നെയാണ് അതികഠിനമായ അതിവികാര വിക്ഷുതമായ പ്രതിഷേധ അലയലുകൾ നടക്കുമ്പോഴും മെഡിക്കൽ കോളേജിന്റെ ഉൾവശം അടിച്ചു തീർക്കാൻ കാണിച്ച ധൈര്യം തീർച്ചയായും ഉന്നതന്മാർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ CBI നിഷ്പക്ഷമായി ഈ കൊലപാതകം അന്വേഷിക്കുമെന്നും ആ ഡോക്ടർക്കും അവരുടെ ഫാമിലിക്കും നീതി കിട്ടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.